റിസ്ക് ആണ് ഇച്ചിരി. നൈസാ കേട്ടോ, നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ. നമ്മൾ ഈ പോകുന്ന ഈ ഒരു വഴി നിങ്ങൾ നോക്കിയേ, പിന്നെ ഒരു സീനറി അല്ലേ. ഓ ഗായ്സ്, ഭയങ്കര കാറ്റാ കേട്ടോ. നമ്മളെ ശരിക്കും പറഞ്ഞ പറത്തതാണ്. ഓ കൊള്ളാം കേട്ടോ. അതെന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആണെന്ന് നോക്കിയാൽ നിങ്ങൾ. എന്താ കയറിയൊക്കെ വരും, ഇച്ചിരി ടാസ്ക് ആണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഭയങ്കര ഒരു സോ ദിസ് ഈസ് ദ ഹിമാലയാസ്. क्या हुआ भैया? എവിടാ എവിടെ? അതേലേ അങ്ങോട്ടല്ലേ പോന്നേ? വാ. അപ്പം നമ്മുടെ സ്പ്രിങ് പോയായിരുന്നല്ലോ, അപ്പം താഴെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു വർക്ക്ഷോപ്പ് കണ്ടില്ലായിരുന്നു? ആ അതെ, അത്. അപ്പോൾ അവിടെ പോയിട്ട് സ്പ്രിങ് ഇടാം നമുക്ക്. സ്പ്രിങ് ഇട്ടിട്ട് ലെറ്റ്സ് എൻജോയ്. നമുക്ക് ഇതിൻ്റെ സ്പ്രിങ് ഇട്ട് നോക്കാം, അത് ചേരുമോയെന്ന് അറിയത്തില്ല. എനിവേസ് ലെറ്റ്സ് ട്രൈ. ഓ ബേടേ, ഓഹോ छोटा वाला है नहीं, ये जमसों में मिलेगा ना? मिलेगा, ओके थैंक यू भैया. സോ ഗൈസ്, പ്ലാൻ എല്ലാം ഗതം ഹോഗിയ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പ്രിങ് എന്ന് പറയുന്നത് വലിയൊരു സ്പ്രിങ് ആയിപ്പോയി. ഇതിൻ്റെ ചേരത്തില്ല കേട്ടോ. എന്തവസ്ഥയാണോ. ഞാനാണെങ്കിൽ 2 എണ്ണമൊക്കെ വെച്ച് ഫുൾ സെക്യൂർ ആക്കി വെച്ചിരുന്നായിരുന്നു സ്റ്റാൻഡ്. ഇവിടെ സ്പ്രിങ്ങൊക്കെ കിട്ടി, സന്തോഷം. ഒറ്റ ചവിട്ട് 2 എണ്ണം പൊട്ടിപ്പോയി. ആ ഒരു വ്യൂ ഒക്കെ നോക്കി, എന്തല്ലേ. ഓ മാൻ, ഇവിടെ ഇത്രയും കിടിലം വ്യൂ ആണെങ്കിൽ നമ്മുടെ അപ്പർ മുസ്റ്റാങ്ങൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമായിരിക്കും അല്ലേ. എന്നാലും $500 മുടക്കി അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നെക്സ്റ്റ് ടൈം. ഇതാണ് നമുക്ക് കയറി പോകാനുള്ള ട്രാക്ക്. ഓഹോ റിസ്ക് ആണ് ഇച്ചിരി. എക്സ്പ്ലോറിങ്. യോ ബഡി, എക്സ്പ്രസ് ഇമാതിരി പരിപാടിക്കൊക്കെ ബെസ്റ്റാണ്. വി ക്യാൻ ടേക്ക് ഇറ്റ് എനിവെയർ. ഇങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. വേർ ഈസ് ദാറ്റ് ഐസ്? അയ്യോ കണ്ണൊന്നും കാണുന്നില്ല ഗൈസ്. അയ്യോ ഇനി ഞാൻ ഗ്ലാസ് ഒന്ന് വെക്കണം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഹാർഡ് കോർ. അയ്യോ അവനെ ആ കല്ല് തള്ളി എൻ്റെ ഫ്രണ്ടിലേക്ക് ഇട്ട് ഗുയ്സ്. അതേ വെള്ളം ഒഴുകുന്നു. നൈസാ കേട്ടോ, നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്തൂടെ ഒക്കെ വണ്ടി ഓടിക്കാൻ. ഇതൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഫുള്ള് മതിലൊക്കെ കെട്ടി വെച്ചേക്കുവാണ്. എന്തായാലേ ഓ സിറ്റ്. യാ ബ്രോ, നമ്മൾ കയറി വന്ന വഴിയും കാണുന്നില്ലല്ലോ. ഓ സിറ്റ്, ദിസ് ഈസ് റിസ്കി.
Oh, scene. I like it. I like that. എടാ അതിലേ ഇറങ്ങിക്കോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒന്നുകൂടെ പോയി ഒരു ജമ്പ് എടുത്തിട്ട് വരാം. ഇതാട്ടോ നമ്മളിപ്പോൾ എടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ലോസ്റ്റായി പോവാൻ എളുപ്പമാണ്. അവനെന്താണ് ഇതിൽ കയറിയില്ലല്ലോ. ഫണ്ണായിരുന്നല്ലേ, അഡ്വഞ്ചർ. വന്നപ്പം കിട്ടിയതിനേക്കാളും ചുമ്മാ കിടിലം വ്യൂ ആയിട്ടാണ് എനിക്കിപ്പം തോന്നുന്നത്. നോക്കിക്കേ, ഫുള്ള് എല്ലാം നല്ല സെറ്റായിട്ട് കാണാം. പക്ഷെ രാവിലത്തെ ആ ഒരു മഞ്ഞുമലയൊന്നും കാണത്തില്ല. രാവിലെ മഞ്ഞുമലയൊക്കെ കാണാമായിരുന്നു കേട്ടോ. ഐസ് ഐസ് ഐസ്. ഇവിടെ നേരത്തെ ഒരു പിക്ക് അടിച്ചിട്ട് പോവാം നമുക്ക്. പീക്ക് പീക്ക്. നമ്മൾ ഈ പോകുന്ന ഈ ഒരു വഴി നിങ്ങൾ നോക്കിയേ, എന്നാ ഒരു സീനറി അല്ലേ. ഫുള്ള് അത്ര അവിടെ സ്ട്രെയിറ്റ് അല്ല കേട്ടോ, അവിടെ ഒരു വളവാണ്. പക്ഷെ സ്റ്റിൽ ശരിക്കും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ബൈക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതിലേ കയറി നേരെ അവിടെ ചെല്ലായിരുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൺ യുനോ. ഇത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഇത് താഴെ ചെല്ലും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് കയറി വരേണ്ടി വരും. വേർ ഈസ് മൈ ബ്രോ? ബ്രോയും വരുന്നുണ്ട്. ബ്രോയും എന്നെ ഫോളോ ചെയ്താ കേട്ടോ വരുന്നേ. നമുക്ക് നേരെ ഇറങ്ങിപ്പോവാം. നോക്കി, അവിടെ ഒരു ഡെഡ് എൻഡ് പോലാണ്. സീനില്ല എന്ന് തോന്നുന്നു. ഓഹോ, ഇറ്റ്സ് എ ഡെഡ് എൻഡ്. ഓ മൈ ഗോഡ്. ഓ, ഞാനാണ് ഇതിൽ ഇറങ്ങാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൽ വന്നേണ് കിട്ടിയ ഓടാ, അതിലെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇറ്റ്സ് ടു റിസ്കി. അതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. ഓ ഇല്ല കേട്ടോ, മേ ബി വി ക്യാൻ. ഇച്ചിരി ടാസ്ക് ആയിരുന്നു, നല്ല സീനില്ല. അയ്യോ, ശരിക്കും നല്ല സീനറിയാണ് ഈ വഴി. ഇത് നോക്കിയേ, എവിടെ നോക്കിയാലും നമുക്ക് കാഴ്ചകൾ മാത്രം കണ്ട. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, കാരണം ഫുള്ള് മരുഭൂമി പോലെ കിടക്കുമല്ലേ. പക്ഷെ ഐ ലൈക്ക് ഇറ്റ്. ഇത് നോക്കിയേ, മണ്ണിടിഞ്ഞു വീണേക്കുന്നത്. ഒന്നോ കുഴി. ഓ ഗായ്സ്, ഭയങ്കര കാറ്റാ കേട്ടോ. നമ്മളെ ശരിക്കും പറഞ്ഞ പറത്തതാണ്. ഓ സീൻ. അപ്പം ആ കാണുന്നതാണ് ആ ഒരു ലേക്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ലേക്കല്ല ശരിക്കും പറഞ്ഞാൽ. ആ ലേക്കാണ്. ആണോ എന്തായാലും ആ ഒരു എന്നാ വലിപ്പമെന്ന് നോക്കിയാൽ, അതിൻ്റെ ഒരു സൈസ് നോക്കിയാൽ നിങ്ങൾ. അയ്യോ, അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അടിച്ച കാറ്റുണ്ടല്ലോ, അടിച്ച് പറപ്പിച്ചെന്നാണ് ഞാൻ ഓർത്തേ. അത്ര ഫോഴ്സിലാണ് ആ ഒരു അവിടുന്ന് ഒരു ഇത് അടിച്ചത്. എന്താണ് ഒരു ഒച്ച കേട്ടെ, തെരിയല്ലേ. നോക്കിക്കേ, എന്താല്ലേ ഭയങ്കര കാറ്റ് കേട്ടോ. വണ്ടി എങ്ങോട്ടൊക്കെയോ പോകുന്നുണ്ട് കാറ്റടിച്ചിട്ട്. ക്രോസ് വിൻഡാണോ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ക്രോസ് വിൻഡൊക്കെയാണ് അടിക്കുന്നത്. ശരിയാ കേട്ടോ അവർ പറഞ്ഞത്. നമുക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ്. അത് നോക്കിയാൽ ഉണ്ടാകുന്നേ ലാൻഡ് സ്ലൈഡ്. അവിടുന്ന് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ടോ, ആ പുക വീഴുന്നുണ്ടോ. എൻ്റെ മോനെ ആട് പോകുന്നത് കേട്ടോ.
വൃത്തിയായിട്ടാണ് ഇയാളൊക്കെ പോകുന്ന നോക്കിയോ, കള്ള സൈക്കോള്. ഞാനകത്ത് മണ്ണിടിഞ്ഞ് വീഴുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. നിങ്ങളിത് കാണുക, ആസ്വദിക്കുക, അതേ കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. ജസ്റ്റ് എൻജോയ്. നമുക്ക് നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഒരു ഇതിലൊന്നും നമുക്ക് കയറിപ്പോകാൻ, പക്ഷെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല. കാരണം ഭയങ്കര കാറ്റാണ്, സീനാട്ടോ. ആടുകൾ വയ്ക്കുന്നേ ആട്ടുമാമ അല്ല ഇത്, മറ്റേ മൗണ്ടൻ ഷീപ്പ് അല്ലേടാ, അങ്ങനെ കണ്ടല്ലേ ഇനി പറയുന്നേ. കൊള്ളാം കേട്ടോ. ഈ ആടുകളൊക്കെ സൈക്കോളാന്ന് നോക്കി ഇറങ്ങി വരുന്നു നോക്കി ആ സൈഡിൽ കൂടെ. ഇതിൻ്റെയൊക്കെ നോക്കി എന്നെ രസമാണ് ഇതിനെ കാണാൻ. അതിനെ കാണാൻ എന്നെ രസമാണ്. ഈ മുള്ളമ്പന്നിയുടെ മുള്ള് പോലെ ഇങ്ങനെ രോമം ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്നു. മാൻ ഭയങ്കര കാറ്റാണ്. ഇവിടെ വന്നപ്പോൾ വീണ്ടും ആടുകൾ. ഈ പാലം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും കണ്ടതാണ്. നോക്കി ആട്ടുമാമകളെ, ആട്ടുമാമകളെ. കറുപ്പുമുണ്ട് വെളുപ്പുമുണ്ട്, വെളുപ്പും കറുപ്പുമുണ്ട്. സീൻ. ഓ സൂര്യനൊക്കെ പോയി. സൂര്യൻ ഇപ്പം നമ്മുടെ മൗണ്ടെയ്ൻസ് എല്ലാം സെറ്റായി വരുന്നുണ്ട്. കമോൺ. ഫുൾ അത് നോക്കിയാൽ ആ ഒരു വെട്ടമൊക്കെ അടിക്കുന്നത് എന്ത് രസമല്ലേ. അതുപോലെ തന്നെ അങ്ങ് നോക്കി ആ ഒരു ഭാഗത്താണെങ്കിൽ മൊത്തം എന്താ പറയുക, മഞ്ഞായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓ കാറ്റടിക്കുന്ന ഇച്ചിരി സീനാണ് ഗുയ്സ്. വണ്ടിനെ ഇട്ട് ആട്ടുക, കാരണം ഈ സാധനത്തിന് വെയിറ്റ് ഇല്ലല്ലോ. വെയിറ്റ് ഉണ്ടെങ്കിലും കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആട്ടാനുള്ളവൻ ആട്ടും. ഈ ഒരു ഭാഗം നോക്കിയേ, ഇതുണ്ടോ, ഓ സീൻ. അത് നല്ല രസമുണ്ട് കേട്ടോ. അതായത് അങ്ങ് കാണുന്ന ഒരു മല, ഒരു പ്രത്യേക ഭംഗിയായിന്, വെയിലും കൂടെ അടിക്കുന്നോണ്ടേ. പിന്നെ ഈ ഒരു ഭാഗം ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. കാറ്റടിക്കുന്നോണ്ടാണോ ആർക്കറിയാം എന്താന്ന്. ദാറ്റ് വ്യൂ മാൻ, എന്ത് ഭംഗിയുള്ളൊരു വ്യൂ ആണെന്ന് നോക്കി നിങ്ങൾ. എന്താ അല്ലേ അത്. ഓ മാൻ ഐ ലൈക്ക് ഇറ്റ്. നോക്കി ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം അടിക്കുമ്പോഴൊക്കെ ഉണ്ടോ, ആ ഐസായൊക്കെ നല്ല മെൽറ്റായി നിൽക്കുന്ന ആ ഒരു ഫോഗ് അതിൻ്റെ അകത്തൂടെ കയറി വരുമ്പോൾ ഉള്ള ഒരു ഭംഗി. അത് നോക്കിയാൽ അങ്ങോനൊക്കെ അടിച്ചേക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലായാൽ മതിയായിരുന്നല്ലേ. അങ്ങനെ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട്. അങ്ങ് കാണുന്നതാണ് ടൗണ്. ആ ഒരു മലയെന്ന് ഇത് അടിക്കുന്ന നോക്കിക്കേ, എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അല്ലേ, എന്ത് രസം അത് കാണാനായിട്ട്. അപ്പം ശരിക്കും ഇപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെയും വരെ പോകും, ആ ഒരു വെള്ളത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഇതിലെ ഒരു ചെറിയൊരു വഴിയുണ്ട്, അതിലേ ഇറങ്ങാനാണ് നോക്കുന്നത്. ലെറ്റ്സ് സീ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതിലേ എങ്ങാണ്ടാണല്ലോ വഴി. ഓക്കെ, ഇതിലെ ഇത് സിമ്പിൾ. ഇങ്ങോട്ട് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തന്നെ. ലെറ്റ്സ് സീ അവിടെ എന്താ ഉള്ളതെന്ന്. ഓഫ്, കയറിയൊക്കെ വരും, ഇച്ചിരി ടാസ്ക്കാണ്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അയ്യോ കാറ്റ് ചോദിക്കേ, എന്തായാലേ ഭയങ്കര ഒരു
പ്രത്യേക ഒരു ബ്യൂട്ടി കേട്ടോ. എൻ്റെ പൊന്നെ സ്റ്റാൻഡ് ഇടാനും പറ്റത്തില്ല, എന്ത് ചെയ്യുമോ എന്തോ. ബട്ട് ഇത് ചുമ്മാ സീനാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ കുഴിഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടില്ലാതില്ല. എനിവേസ് ഓക്കെ, ഇവിടുന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ഓക്കെ കല്ലവനാ തട്ടി അങ്ങോട്ട് ഇട്ടല്ലോ. നൗ ഇറ്റ്സ് അവർ ചാൻസ് ബോയ്. Yeah, buddy. Oh man. Oh, scene. ഇല്ല, നമ്മൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു കുഴിയിലൊക്കെ ചാടുമ്പോൾ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി അതിൻ്റെ കൊടുത്ത്. ഓ മൈ സ്റ്റാൻഡ് ഗോൺ ഗൈസ്, സ്റ്റാൻഡ് ഗയാ ഫിർസേ ഗയാ. ഒരു കല്ല് വന്ന് ഇടിച്ചതാണ്. ഓ മാൻ. ഒരു റിബൺ തന്നെ എടുത്ത് ഒന്നുകൂടെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം കല്ല് വന്നടിക്കുമ്പോൾ ഈ താഴെ പൊട്ടി പോവാന്നേ. ഞാൻ എന്നെ ചെയ്യാനാ, സ്പ്രിങ് വരെ തെറിച്ച് പോയി, പിന്നെ അല്ലേ ഒരു വള്ളി നിൽക്കുന്നതെന്നല്ലേ. ഓക്കെ, നമ്മളങ്ങനെ ജംസോം എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഗ്രാമങ്ങളാണ്. ഈ ഗ്രാമങ്ങളിലുള്ളവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എന്താ ബസ്സേ നേരെ വരുന്നേ. പിന്നെ ചരിഞ്ഞ് വരണമെന്നല്ലേ. സോ ദിസ് ഈസ് ദ ഹിമാലയാസ്. കണ്ട ആ സൈഡ് നോക്കി, എന്താല്ലേ അത്, ചുമ്മാ സീൻ ആണ്, സീൻ. കണ്ട അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ നിങ്ങളത് അങ്ങ് നോക്കുവാണെങ്കിൽ അവിടുന്ന് അതിൻ്റെ ആ ഒരു പുക പൊങ്ങുന്ന കണ്ടോ, ഫോഗായിട്ട്. സെറ്റല്ലേ അത് നോക്കിയേ. റൺവേ ആണ് സൈഡിൽ കാണുന്നത്, ടോപ്പിൽ സെറ്റ് വ്യൂവും. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇത് നമുക്കപ്പോൾ ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഇപ്പം നമ്മൾ പോയ ആ ഒരു വർക്ക്ഷോപ്പിൽ നമ്മുടെ ആ ഒരു സാധനമില്ല. അപ്പം എന്തായാലും ഈ ഫ്രണ്ടിൽ എവിടെ ഒരു ഇതുണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടെ എങ്ങും വർക്ക്ഷോപ്പില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഹോട്ടലിൻ്റെ അങ്ങോട്ട് പോവാം. അല്ല ഇപ്പോൾ എന്നാ ചെയ്യാനാ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതങ്ങ് പൊട്ടിച്ച് വിടാല്ലേടാ. അയ്യോ, ഇത് ഭയങ്കര ലൈറ്റാ. എന്ത് വള്ളിയാതല്ലേ.